സുജയ, സിന്ദൂരിൽ ഉത്തരമായോ? സിന്ദൂറിൽ ഉത്തരമായി. മാത്രമല്ല, ഇവിടെ ഇനി ഉത്തരമായില്ല എന്ന് പറയുന്നവർ ചോദ്യങ്ങൾ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം ഒരു ചോദ്യം ചോദിക്കും, അതിന് ഉത്തരം വന്നു കഴിയുമ്പോഴേക്കും അതല്ലല്ലോ ഞങ്ങൾ ഉദ്ദേശിച്ച ചോദ്യം ശരിക്കും മറ്റൊന്നായിരുന്നു എന്ന് പറയും. അതിന്ന് നമ്മൾ രാഹുൽ ഗാന്ധിയിലും വളരെ ക്ലവറായി ഇന്ന് സഭയിൽ നമ്മൾ കണ്ടു. കാരണം രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യത്തിനുള്ള ഡയറക്റ്റ് ഉത്തരം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഫാൻസിന് അതൊന്നും അങ്ങോട്ട് ഒത്തിട്ടില്ല. അതുപോരാ, അങ്ങനല്ല ഞങ്ങൾ ചോദിച്ച ഉത്തരം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടതാരാണ്? പ്രതിപക്ഷം. 16 മണിക്കൂർ നീണ്ട ചർച്ച. അതിൽ നേതാക്കൾക്ക് ആവശ്യമായതെല്ലാം പറയാനുള്ള സമയമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രധാനമന്ത്രിയുടെ മറുപടിയിലേക്ക് വരുന്നത്. പ്രധാനമന്ത്രി മറുപടി പറയുമ്പോൾ ഉറപ്പായും സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തുമുയർന്ന കാര്യങ്ങൾക്കെല്ലാം പ്രധാനമന്ത്രി തന്നെ വന്ന് മറുപടി പറയണമെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മറുപടിയുടെ മൂർച്ച ഇത്തിരി കൂടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. ആ രീതിയിൽ തന്നെയാണ് സമയമെടുത്ത് ഓരോ കാര്യവും വിശദീകരിച്ച് തന്നെയാണ് പ്രധാനമന്ത്രി ഉത്തരം പറഞ്ഞത്. ആ ഉത്തരം കേട്ടിട്ടും ഇനിയൊന്നും മനസ്സിലായില്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഉത്തരങ്ങളൊന്നും തരാനില്ല എന്നതാണ് പ്രധാനമന്ത്രി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത്. ഒരു ലോക നേതാവും മധ്യസ്ഥത വഹിച്ചില്ല എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ആ ലോക നേതാക്കളിൽ ഉൾപ്പെടില്ല. അത് പ്രത്യേകം പറയണമായിരുന്നു. ഡൊണാൾഡ് ട്രംപ് എന്ന് നിങ്ങൾ പേരെടുത്ത് പറയണമായിരുന്നു. അതാണ് പുതിയ വ്യാഖ്യാനം. ഒരു ലോക നേതാവും എന്ന് പറഞ്ഞാൽ ആകെ അവകാശവാദം ഉന്നയിച്ച ഒരേ ഒരു ലോക നേതാവേ ഉള്ളൂ. അയാളുടെ പേര് ഡൊണാൾഡ് ട്രംപ് എന്നാണ്. ഒരു ലോക നേതാവും ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ഒരാളും ഇടപെട്ടിട്ടില്ല, മധ്യസ്ഥത വഹിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലോക നേതാവും ഒരു ലോക നേതാവും എന്ന് മനസ്സിലാവാത്തത് എന്താണ്? അല്ല, ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്താൻ ഡൊണാൾഡ് ട്രംപ് ആ പേര് എന്തുകൊണ്ട് പറയുന്നില്ല? ഡൊണാൾഡ് ട്രംപ് എന്ന രണ്ട് വാക്ക് പറയാൻ പേടിയാണോ? മുട്ടുവിറയ്ക്കുമോ? മുട്ടുവരയ്ക്കുന്നതിന് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ല എന്നുള്ളത് നേരത്തെയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ കാര്യമാണ്. പറയട്ടെ, നരേന്ദ്രമോദി ഇപ്പോൾ പാർലമെന്റിൽ വന്ന് ഈ പ്രസ്താവന നടത്തുമ്പോൾ ഒരു ലോക നേതാവ് എന്ന് പറയുമ്പോൾ അതിൽ ഡൊണാൾഡ് ട്രംപ് ഇൻക്ലൂഡഡ് ആണ്. അതെങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം സുജിയ, ഡൊണാൾഡ് ട്രംപിന് വേണ്ടി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോവുകയും മൈ ഫ്രണ്ട് എന്ന് പറയുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ്. നമുക്ക് ഇന്ത്യക്ക് അങ്ങനെ ഒരു രീതിയില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രചാരണത്തിലേക്ക് കടന്ന ഒരു നേതാവ് നമുക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്ക് വിരുദ്ധമായി ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു പ്രതികരണം നടത്തുമ്പോൾ ആ നേതാവിന്റെ പേര് പറയാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഇവിടെ നെഹ്റുവിനെ കുറിച്ച് താങ്കളുടെ നെഹ്റുവിനെ കുറിച്ച് താങ്കൾ പറഞ്ഞോളൂ. ഞാൻ ഇവിടെ പ്രധാനമന്ത്രി സിന്ദൂറിൽ ഉത്തരം പറഞ്ഞു എന്നതിനാണ് ഞാൻ മറുപടി പറയുന്നത്. പാകിസ്ഥാനെയും പറയുമ്പോഴൊക്കെ പെട്ടെന്ന് പൊള്ളും. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഉറപ്പായിട്ടും പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ പൊള്ളും. എനിക്കറിയാം. ശരി, പാകിസ്ഥാനെയും നെഹ്റുവിനെയും ചേർത്ത് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ, രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയാൻ പുകഴ്ത്താനുള്ള അതാണ് ട്രംപ് തന്നെയാണ് വിഷയം. ഇനി അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നതും അത് തന്നെയാണല്ലോ. സിന്ദൂറിൽ ഉത്തരമായോ എന്ന് ചോദിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ചുള്ള അവിടെ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ വധിച്ചോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കടക്കം ഉത്തരം രാജ്നാഥ് സിംഗും അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നൽകി കഴിയുമ്പോൾ അടുത്ത ചോദ്യം ട്രംപിന്റെ പേര് പറഞ്ഞില്ല. ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പറഞ്ഞുകൊണ്ട് പറയട്ടെ, ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം PR സുനിൽ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ചത്, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് ചോദിച്ചത് വെടിനിർത്തലിന് ഇടപെട്ടത് താനാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു. അത് കള്ളമാണെന്ന് പറയാൻ ധൈര്യമുണ്ടോ? ഒരു നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മാത്രമല്ല, നിങ്ങളെ പോലെയുള്ള ആളുകളെ ബോധിപ്പിക്കേണ്ട രീതിയിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉത്തരം പറയേണ്ട ബാധ്യത രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കില്ല. മൂന്നുപേരും കൂടി ചേർന്ന് പറയാനാണെങ്കിൽ ചോദ്യം ചോദിക്കുന്നത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ്. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനുള്ള വൃത്തിക്കുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അത് PR സുനിലിന് മനസ്സിലാവില്ല. കാരണം PR സുനിൽ ആ ഒരു ഇടത് കണ്ണട മാറ്റി വെച്ചിട്ട് നോക്കണം, അപ്പോൾ മനസ്സിലാകും. എല്ലാവർക്കും നോക്കണം. കോൺഗ്രസ് കണ്ണട മാറ്റി വെച്ചിട്ട് പറഞ്ഞോട്ടെ. ഇന്ത്യയിൽ കഴിഞ്ഞ 6 മാസമായി പ്രതിപക്ഷം ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഡൊണാൾഡ് ട്രംപ് ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇല്ലയോ? ഒരാളും ഇടപെട്ടിട്ടില്ല. അതിന്റെ ജെയിംസും ഡൊണാൾഡ് ട്രംപും സ്മൃതി വരുത്തിക്കാട് വേറെ ആരും ഇല്ലല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഫ്രാൻസും അതുപോലെ തന്നെ പാകിസ്ഥാനിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള വേറെ ഏതെങ്കിലും ഇറാനോ വേറെ ഏതെങ്കിലും പാർട്ടികളോ ഒക്കെ ഞങ്ങൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഭയം കൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഭയം കൊണ്ട് നിങ്ങൾ പറയണ്ട. പക്ഷേ മറ്റു ലോക നേതാക്കളും സംസാരിച്ചിട്ടുണ്ട്. ഒരാളെ അവകാശപ്പെട്ട
ആളെ തള്ളിപ്പറയാൻ പേടിയാണോ? അതാണ് പറഞ്ഞത്. പേടിയാണോ? പേടിയൊന്നുമില്ല. പേടിയുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കായിരിക്കും, അത് പാകിസ്ഥാനെയുമായിരിക്കും. കാരണം അവരുടെ വാദങ്ങളാണല്ലോ ഏറ്റെടുത്ത് പറയുന്നത്. പേടിയാണ്. അല്ല, പേടിച്ച് ഡൊണാൾഡ് ട്രംപ് എന്ന പേര് പ്രധാനമന്ത്രി ഞാൻ എന്റെ ഭാഗം ചോദ്യങ്ങൾക്ക് റദ്ദാക്കുമെന്ന് പറഞ്ഞു എന്നാണല്ലോ ആ ഭീഷണി. ആ ഭീഷണി അപ്പുറത്തുനിന്ന് ഒരു ഡൊണാൾഡ് ട്രംപ് എന്ന നേതാവ് ഉയർത്തുമ്പോൾ അതിന് മറുപടി കൊടുക്കണ്ടേ? വ്യാപാര കരാർ അല്ലെങ്കിൽ റദ്ദാക്കുമെന്ന് ഞങ്ങൾ 2 രാജ്യങ്ങളോടും പറഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞോ? ചോദ്യങ്ങളെല്ലാം തീരുമ്പോൾ പറയണേ. കഴിഞ്ഞു. ജിമ്മി ജെയിംസിന്റെ ചോദ്യങ്ങൾ കഴിഞ്ഞോ? എന്റെ ചോദ്യത്തിനാണല്ലോ ഞാൻ കുറച്ചായിട്ട് ഒരൊറ്റ ചോദ്യം മറുപടിയില്ല. ശരി, എന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. താങ്കൾക്ക് തൃപ്തികരമായ മറുപടി പറയാൻ എനിക്ക് സൗകര്യപ്പെടില്ല എന്നതുകൂടി പാകിസ്ഥാന്റെ മറുപടി പറയാൻ കിട്ടില്ല. അപ്പൊ മറുപടി കഴിഞ്ഞു. ഇല്ല, എന്റെ ഭാഗം ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് PR സുനിലിനും ജിമ്മി ജെയിംസിനും സ്മൃതി പരുത്തിക്കാടിനും പാകിസ്ഥാനോടുള്ള താല്പര്യം എത്രയാണെന്ന് കണ്ടിരിക്കുന്നവർക്ക് ബോധ്യമാകും. അനാവശ്യമൊന്നുമല്ല. നിങ്ങൾ അല്ലല്ല, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ ആരാധിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ആരാധകരോടാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒരു ഉദാഹരണം പറയട്ടെ. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയെ, അതുപോലെ തന്നെ പാകിസ്ഥാൻ മുന്നോട്ട് വെക്കുന്ന വാദമാണല്ലോ ഇന്ത്യയുടെ ഞങ്ങൾ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു, ഉടനെ രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കും. വെടിവെച്ചിട്ടു എവിടെ വെടിവെച്ചിട്ടു? വെടിവെച്ചിട്ടില്ല. ജനറൽ അനിൽ ചൗഹാനാണ് പറഞ്ഞത്. ആദ്യ ദിവസം നഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെടുത്തി, റഫാൽ വിമാനങ്ങൾ 5 എണ്ണം വെടിവെച്ചിട്ടു എന്നൊക്കെയാണല്ലോ നഷ്ടമായോ എന്ന ചോദ്യം. സ്മൃതി പരുത്തിക്കാടല്ല, മീറ്റ് ദി എഡിറ്റേഴ്സ് ആണ്. എന്റെ ടേൺ പൂർത്തിയായതിനു ശേഷം ചോദ്യങ്ങളിലേക്ക് വരാം. ഞാൻ എന്റെ ഭാഗം പൂർത്തിയാക്കട്ടെ. ജിമ്മി ജെയിംസ്, എനിക്ക് പറയാനുള്ളത് പൂർത്തിയാക്കാനുള്ള സമയമാണ്. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും സമയത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണുതയോടെ പാകിസ്ഥാൻവാദികൾ എന്ന പ്രയോഗം സുജയ് പിൻവലിക്കണം. ഉത്തരവൊക്കെ പറഞ്ഞോളൂ. അങ്ങനെ പാകിസ്ഥാൻ വാദമാകുന്നത് ഇവിടെ ചോദ്യം ചോദിക്കുന്നവർ മുഴുവൻ പാകിസ്ഥാൻവാദികളാണ്. മോദി പറഞ്ഞ തന്നെ ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഉത്തരം പറഞ്ഞോളൂ. ശരി, ഔദാര്യത്തിന് നന്ദി. ഞാൻ തുടരുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഒരു ലോക നേതാവും മധ്യസ്ഥ വഹിച്ചില്ല എന്നത് കൃത്യമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അത് രാജ്യത്തുള്ള മറ്റു മനുഷ്യർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് ഇനിയും മനസ്സിലാകാത്തവരോട് വാദിച്ച് ജയിക്കാനായി ഞാൻ എൻ്റെ സമയം കളയുന്നില്ല. ഇവിടെ ഭീകരരെ വധിക്കാത്തത് എന്ത്? അതായിരുന്നല്ലോ ചിലരുടെ ചോദ്യം. ആ ചോദ്യത്തെക്കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നതേയില്ല. ഭീകരരെ വധിക്കാത്തത് അതിനെ ഉടനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നത് ഭീകരരെ നിങ്ങൾ കൃത്യമായി ഒരു കോയിൻസിഡൻസ് പോലെ വധിച്ചിരിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല, കൃത്യമായ നിരീക്ഷണത്തിലായിരുന്നു അവർ. മെയ് 22 മുതൽ അവർ നിരീക്ഷണത്തിലായിരുന്നു. ഇത് ഈ ഭീകരർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ കോമ്പിംഗ് ഓപ്പറേഷനിലേക്കും ഈ നേർക്കുനേറുള്ള ഏറ്റുമുട്ടലിലേക്കും പോയത് എന്നതാണ് വസ്തുത. അത് കൃത്യമായി ഇന്ന് വിശദീകരിച്ചിരിക്കുന്നത് അമിത്ഷായാണ്. അമിത്ഷാ കൃത്യമായി എങ്ങനെയാണ് ആ ഏറ്റുമുട്ടൽ നടന്നത് എന്നതടക്കം പറഞ്ഞു. പക്ഷേ അതിലേക്കൊന്നും നിങ്ങളുടെ ശ്രദ്ധ പോകില്ല എന്നതും എനിക്കറിയാം. അതോടൊപ്പം തന്നെ ഈ ഭീകരരെ വധിക്കാത്തത്, അതോടൊപ്പം തന്നെ രാജ്യ സുരക്ഷയ്ക്കായി ഒന്നിച്ചു നിൽക്കുന്നതിന് അങ്ങനെയുള്ള ഒരു കാര്യത്തിലും ഒപ്പം ഉണ്ടായിരുന്നില്ല. എന്തിന് ഏറ്റവും നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ശശി തരൂരിനെ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘത്തിൽ രാജ്യത്ത് നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ ഉള്ള മാന്യത പോലും കാണിക്കാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിനുശേഷം ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ തന്നെ ആ സംഘത്തിന്റെ ഒരു സംഘത്തിന് അമേരിക്ക അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന സംഘത്തിന്റെ തലവനായി നിയോഗിക്കുന്നു. ആരും മധ്യസ്ഥ വഹിച്ചില്ല എന്ന് ഇതേ കോൺഗ്രസിന്റെ ശശി തരൂർ തന്നെ പറഞ്ഞല്ലോ പലവട്ടം. ഒരു തവണയല്ല, പലവട്ടം. അതും കോൺഗ്രസിന്റെ ബധിരകർണങ്ങളിൽ പതിച്ചിട്ടില്ല എന്നാണോ, അതോ സെലക്റ്റീവായിട്ടുള്ള അംനേഷ്യ ബാധിച്ചിരിക്കുന്നതാണോ എന്നും എനിക്ക് സംശയമുണ്ട്. എന്തായാലും പാകിസ്ഥാൻ പറയുന്ന കാര്യങ്ങളുടെ പാക് തന്ത്രങ്ങളുടെ പ്രചാരകരായി മാറുന്ന ചിലരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കാരണം സ്വന്തം രാജ്യത്തോട് അസഹിഷ്ണുതയാണ്, സ്വന്തം പ്രധാനമന്ത്രിയോട് അസഹിഷ്ണുതയാണ്, സ്വന്തം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങളോട് അസഹിഷ്ണുതയാണ്. പക്ഷേ അവർ വലിയ രീതിയിൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അത് പറഞ്ഞല്ലോ എന്നത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരക്കാർക്കുള്ള മറുപടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊടുത്തത്. അമേരിക്കൻ പ്രസിഡന്റ് എന്നല്ല, ഒരാളും മധ്യസ്ഥ വഹിക്കാൻ ഒരു ലോക നേതാവും ഇടപെട്ടിട്ടില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ആ ഉത്തരം എന്തായാലും ഞാൻ വിശ്വാസത്തിലെടുക്കുകയാണ്. മാത്രമല്ല, ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 ഭീകരരെയും വധിച്ചു എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ നിരയിൽ നിന്നൊരു കയ്യടി കൂടി കേട്ടിരുന്നു. അത് ഡോക്ടർ ശശി തരൂർ MPയുടേതാണ്. സ്വന്തം നിരയിലിരിക്കുന്ന ഒരു MP അടക്കം ഇന്ന് കൈയടിച്ചുകൊണ്ട് ആ കാര്യത്തിന് ഒപ്പം നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സഭയ്ക്ക് പുറത്ത് മാത്രമല്ല അകത്തും ശശി തരൂരിന്റെ അടക്കമുള്ള പിന്തുണ മറുഭാഗത്തേക്ക് വരുന്നത് കോൺഗ്രസ് കണ്ണു തുറന്ന് കാണണം. ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ, അവരെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി ലഷ്കർ കമാൻഡർ സുലൈമാൻ ഷാ, ജിബ്രാൻ, ഹംസ അഫ്ഗാനി ഇവരാണ് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർ. ഇവരെ തിരിച്ചറിഞ്ഞത് ബൈസാരൻ താഴ്വരയിൽ ഇവർക്ക് ഒളിയിടമൊരുക്കിയ പർവേസ് ജോദറും ബഷീർ ജോദറുമാണ്. അഭയം നൽകിയവർ ഇതിനകം തന്നെ കസ്റ്റഡിയിലുണ്ടായിരുന്നു. അവരെ കൂടി കൊണ്ടുവന്നാണ് ഈ കൊല്ലപ്പെട്ട ആളുകളെ
നേതാക്കളുടെ ഐഡന്റിറ്റി അടക്കം റിവീൽ ചെയ്തത്. അതും മറച്ചു വെക്കപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. PR സുനിലിനടക്കം ആ കാര്യങ്ങളിലൊന്നും പറയാനുണ്ടാകില്ല. കാരണം ഇതാണ് വസ്തുത, ഇതാണ് പാർലമെന്റിൽ ഇന്ന് നടന്ന കാര്യങ്ങൾ. അതേക്കുറിച്ച് പറയില്ല. അവരിൽ നിന്ന് പിടികൂടിയ ആയുധങ്ങൾ M9 കാർബൈൻ, 2 AK-47, ഇത് രണ്ടും ബൈസരൻ താഴ്വരയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ഉപയോഗിച്ച ആയുധങ്ങളാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ചണ്ഡീഗഡിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ ബാലിസ്റ്റിക് പരിശോധനയിലാണ്. അതും സെലക്ടീവ് അംനേഷ്യയിലൂടെ PR സുനിലും സ്മൃതി പരുത്തിക്കാടും ഒക്കെ മറക്കും. പക്ഷേ അതിന് പകരം ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് മിണ്ടിയില്ലല്ലോ എന്ന ഒറ്റ ചോദ്യത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കും. ആദ്യം മാത്രമേ ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായി ട്രംപ് എന്ന് പറഞ്ഞില്ല. പ്രിയങ്ക ഗാന്ധി ഇന്ന് പാർലമെന്റിൽ പെഹൽഗാമിൽ കൊല്ലപ്പെട്ട ആളുകളുടെ പേര് പറഞ്ഞപ്പോൾ, അവർ ഭാരതീയരാണെന്ന് പറഞ്ഞപ്പോൾ ഭരണപക്ഷത്തിരുന്ന BJP MPമാർ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? അവർ ഹിന്ദുക്കളാണെന്ന്. പിന്നീട് പ്രിയങ്ക ഗാന്ധി അവിടെ കൊല്ലപ്പെട്ട 25 ആളുകളുടെ പേര് ഓരോന്ന് വായിക്കുമ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾ ഇവർ ഭാരതീയരാണെന്ന് മുദ്രാവാക്യം മുഴക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഹിന്ദുക്കളാണെന്ന് മുദ്രാവാക്യം വിളിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ എന്താണ് ഇതിലൂടെ BJPയും കേന്ദ്ര സർക്കാരും ഭരണപക്ഷവും ഉദ്ദേശിക്കുന്നത്? അവരോട് അപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്. തുണി താഴ്ത്തി നോക്കി മതം എന്തെന്ന് നോക്കിയതിനു ശേഷം വെടിവെക്കുകയും വെടിവെക്കാതെ വിടുകയും ചെയ്ത ഒരു സംഭവം പഹൽഗാമിൽ ഉണ്ടായത് മറന്നു പോകരുത്. ഹിന്ദുവാണോ അതോ മുസൽമാനാണോ എന്ന് നോക്കിയതിനു ശേഷം വെടിവെക്കുന്നത് നമ്മളെ കുറിച്ച് പറയുന്നില്ല. ഇതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ഇതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം. ഈ ഡിവൈഡ് ആയിരുന്നു. അതിലേക്കാണ് പ്രിയങ്ക ഗാന്ധി എന്ന് കൃത്യമായിട്ട് പറയാൻ നോക്കിയത്. ഹിന്ദുക്കളാണ് എന്ന് ഉറപ്പാക്കി വെടിവെച്ചിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. കാരണം എങ്ങനെയാണ് പരിശോധന നടത്തിയത്, ദേഹപരിശോധന നടത്തിയതെന്ന് അവിടുന്ന് രക്ഷപ്പെട്ടോടിയ ആളുകൾ പാകിസ്ഥാൻ ആഗ്രഹിച്ചത് ഇവിടെ നടന്നില്ല. പാകിസ്ഥാൻ ആഗ്രഹിച്ചത് അവർ ഹിന്ദുക്കളാണെന്ന് മുദ്ര കുത്തണമെന്നായിരുന്നു. നിങ്ങളിന്ന് പാർലമെന്റ് ചെയ്തത് അതാണ്. അല്ല, ഇന്ത്യക്കാരാണെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. പാകിസ്ഥാന്റെ തന്ത്രം വിജയിപ്പിച്ചത് നിങ്ങളാണ്. ഒരിക്കലുമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ എല്ലാവരും തന്നെ പാകിസ്ഥാൻ ആഗ്രഹിച്ചത് രാജ്യത്ത് ഒരു വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ്. അതിന് നമ്മൾ നിന്നു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇന്ത്യക്കാരാണെന്നേ പറയാവൂ, ഹിന്ദുക്കളാണെന്ന് പറയരുത്. അപ്പോഴാണ് പാകിസ്ഥാന്റെ പ്ലാൻ വിജയിക്കുന്നത്. ഇന്ന് അവിടെ കിടന്ന് ഗോവ വിളിച്ച് ഹിന്ദു വിളിച്ചത് പാകിസ്ഥാന്റെ പ്ലാൻ ശരിയാക്കിയതാണ്. പറഞ്ഞോട്ടെ, അവിടെ പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്ന എംപിമാരെന്ന നിലയിലുള്ള അവരുടെ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ മുദ്രാവാക്യം വിളിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ശശി തരൂർ കൈയടിച്ചു, പ്രിയങ്ക ഗാന്ധി മൈൻഡ് ചെയ്യാതിരുന്നു. അത് രണ്ടുപേരുടെ സ്വാതന്ത്ര്യമാണ്. പറഞ്ഞ പ്ലാൻ അതുപോലെ നടത്തി കൊടുത്ത ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ പാർലമെന്റിൽ ബഹളം വെച്ചത് എന്ന് പറയുന്നതിൽ എന്താണ് സ്മൃതി പരുത്തിക്കാട് എന്നോട് വാദിക്കാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ള സമയമൊന്നും ഇടപെടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളാണല്ലോ മോഡറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരോട് നിർത്താൻ എനിക്ക് സംസാരിക്കാൻ പറ്റും. മറുപടിയായി ഹിന്ദു എന്ന് സുജയ പൂർത്തിയാക്കട്ടെ. നിങ്ങളുടെയൊക്കെ ടേൺ കഴിഞ്ഞതാണല്ലോ. ഇത് രാജ്യത്തിന്റെ ധീരതയുടെ വിജയാഘോഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ന് തുടങ്ങിയത്. അത് രാജ്യത്തിന്റെ ധീരതയുടെ വിജയാഘോഷം തന്നെയാണെന്നേ. നമ്മുടെ സൈന്യത്തിന്റെ അവരുടെ ഒരു ആത്മവീര്യം കെടുത്തുന്ന രീതിയിൽ പ്രസ്താവനകൾ എത്രമാത്രമാണ് വന്നത്. ഈ വിമാനങ്ങൾ തകർത്തിട്ടു, നമ്മുടെ സൈന്യത്തിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല യുദ്ധം നിർത്തിയതിനെ കുറിച്ച് നിങ്ങൾ ഇത്ര പെട്ടെന്ന് നിർത്തിയത് എന്തിനാണ് എന്നതടക്കം ചോദിക്കുകയല്ലേ. അങ്ങനെ ചോദിക്കുന്നതിലൂടെ സൈന്യത്തിന്റെ യുദ്ധവീര്യം തകർക്കുന്ന രീതിയിൽ നമ്മുടെ സൈനിക വിഭാഗങ്ങൾക്ക് പാകിസ്ഥാനോട് ഏറ്റുമുട്ടി നിൽക്കാൻ കഴിയില്ല എന്ന ധ്വനി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്ത്യയുടെ പക്ഷം നിൽക്കാത്തവരെ, ഇന്ത്യക്കൊപ്പം നിൽക്കാത്തവരെ പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്തിരുന്നു കൊണ്ട് പാകിസ്ഥാന് വേണ്ടി സിന്ദാബാദ് വിളിക്കുന്നവരും അതിൽ പെടും. അത് ആരായാലും സൈന്യമല്ല, ആരായാലും സർക്കാരാണ്. യുദ്ധം നിർത്തുന്നത് സൈന്യമല്ല, സർക്കാരാണ്. സൈനിക തല ചർച്ചയിലാണ് യുദ്ധം നിർത്താനുള്ള തീരുമാനമെടുത്തത്. അറിയാവുന്ന കാര്യം തന്നെയാണ്. DGMO തല ചർച്ച പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. സൈനിക വിഭാഗങ്ങളാണ് രാഷ്ട്രീയമായും പാകിസ്ഥാന്റെയും ഒരു യുദ്ധം നിർത്താൻ രാഷ്ട്രീയമായ തീരുമാനമാണോ സൈനിക തീരുമാനമാണോ എടുക്കുക? സൈനിക തലത്തിലാണ് കോൺടാക്ട്. ഒരു യുദ്ധം നിർത്തുന്നത് സൈന്യമാണോ സർക്കാരാണോ? ഹോട്ട്ലൈൻ ബന്ധത്തിൽ സൈന്യമാണോ സർക്കാരാണോ? ഒരു യുദ്ധം നിർത്തുന്നത് സൈന്യമെല്ലാം തീരുമാനിക്കുന്നു. അങ്ങനെയെങ്കിൽ സൈന്യം ഇന്നലെ 3 പേരെ വെടിവെച്ച് കൊന്നല്ലോ. സൈന്യത്തിന് അത് വാർത്താ സമ്മേളനം നടത്താൻ എന്താണ് സമ്മതിക്കാതെ? ഇന്ന് അമിത്ഷായ്ക്ക് അത് ബ്രേക്കിംഗ് ആയിട്ട് പാർലമെന്റിൽ പറയേണ്ട ആവശ്യം എന്തായിരുന്നു?
സൈന്യത്തിന് ഏൽപ്പിക്കണ്ടേ? സൈന്യമല്ല അത് പറയണ്ടേ? സൈന്യത്തെ എല്ലാം ഏൽപ്പിച്ചെന്നല്ലേ പറഞ്ഞത്? അല്ല, രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മാഡം പറയുന്ന രീതിയിൽ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഇല്ല, ആഭ്യന്തരമന്ത്രി നമ്മൾ പറയുന്നത് അവർക്കറിയാം, അവർക്കറിയാം അത് ഭരിക്കാൻ. ആഭ്യന്തരമന്ത്രി പറയുന്നത് ഇന്ത്യ മുന്നണി വരുമ്പോൾ പറഞ്ഞോളൂ. അപ്പോൾ അവർ ഒരു കാര്യം കൂടി, അപ്പൊ യുദ്ധം നിർത്തുന്നത് സൈന്യമാണ്, സർക്കാരല്ല. DGMO തല ചർച്ചയിലാണ്. ഞാനൊന്ന് പറഞ്ഞോട്ടെ ജിമ്മി ജെയിംസ്, എന്നെ ഒന്ന് പൂർത്തിയാക്കാൻ എനിക്ക് എന്റെ സമയമുണ്ട്, പറഞ്ഞോളൂ. ഞാനൊന്ന്, കാരണം ഈ ഇടവിട്ട് ഇടങ്കോലിടുക എന്നത് താങ്കളുടെ ഒരു കുബുദ്ധിയാണെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞുതരാം. അന്ന് ആ ശനിയാഴ്ച സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ആദ്യത്തെ ഹോട്ട്ലൈൻ ഓപ്പൺ ചെയ്യുന്നത് പാകിസ്ഥാന്റെ DGMO ആണ്. വിളിച്ച് യുദ്ധം നിർത്തണമെന്ന് യാചിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി ഇന്ന് ഉപയോഗിച്ച വാചകവും അത് തന്നെയാണ്. പാകിസ്ഥാൻ യാചിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാന്റെ DGMO ഇന്ത്യയുടെ DGMOയുമായി സംസാരിച്ച DGMO തലത്തിൽ നടന്ന ആ സംഭാഷണത്തിന്റെ തുടർച്ചയായിട്ടാണല്ലോ സൈന്യത്തിന്റെ കമ്മ്യൂണിക്കേഷൻ രണ്ട് ഭാഗത്തുമുള്ള രാജ്യങ്ങളുമായിട്ട് പോകും. അതിനുശേഷമാണല്ലോ തീരുമാനം പ്രഖ്യാപിക്കുക. അതിനുശേഷമാണല്ലോ രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുക പ്രധാനമന്ത്രി തന്നെയാണ്. സൈന്യത്തെ അപമാനിച്ചിട്ടില്ലെന്നോ? സൈന്യത്തിന്റെ വാലറിനെ ചോദ്യം ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. യുദ്ധം നിർത്തിയത് സൈന്യത്തെ അപമാനിക്കലല്ല, യുദ്ധം തുടരാൻ കഴിവില്ലാത്ത ഒരു സൈന്യം എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം താങ്കൾ കേട്ടു നോക്കൂ. അത് തന്നെയായിരുന്നു ഏപ്രിൽ 22 ആക്രമണത്തിന് മറുപടി നൽകിയോ? അത് തന്നെയായിരുന്നു ചോദ്യം. താങ്കളുടെ അവസരം ഉണ്ടായിരുന്നല്ലോ. നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് പറഞ്ഞിരുന്നു, ശരിയാണ്. ചൂണ്ടിക്കാണിച്ചത് അവിടെ സൈന്യത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിടത്ത് ഞാനൊന്ന് ഇടപെട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. കാരണം CDS അടക്കം പറയുന്നുണ്ട് ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ കഷ്ടം തന്നെയാണ്. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വന്തം രാജ്യത്തെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഭാവിയിൽ നിങ്ങളുടെയൊക്കെ സ്ഥാനം എന്നുള്ളത് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ. രാജ്യത്തെ തള്ളിപ്പറയുക, അതുപോലെ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞാൽ ഉടൻ അതെല്ലാം നുണയാണെന്ന് പറയുക, അത് കേവലം രാഷ്ട്രീയ കണ്ണിലൂടെ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് ജനങ്ങളൊക്കെ തെരഞ്ഞെടുത്തിട്ടാണ്. അത് നിങ്ങളടക്കം നിങ്ങളുടെ ജനാധിപത്യത്തിലാണ്. പ്രധാനമന്ത്രിയാണ്. രാജ്യമെന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമല്ല. എല്ലാവരും ചേർന്നാണ്. ഇതിപ്പോൾ 3 ഊഴമായി മത്സരിക്കുന്നു. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും കൂടി ചേർന്നുള്ള ഭരണത്തിന് കീഴിൽ അതുണ്ടായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, അത് UPA സർക്കാരിന് ശേഷം പിന്നെ എങ്ങനെയാണ് താഴോട്ട് പടവലങ്ങ പോലെ ആയിപ്പോയത്? പിന്നെ എവിടെയാണ് വേറെ വിഷയമല്ല, ജനാധിപത്യം തന്നെയാണ്. ജനങ്ങൾ തീരുമാനിച്ചു കോൺഗ്രസിനെ എടുത്ത് ചവറ്റുകുട്ടയിലിടാൻ. അത് തന്നെയാണ് വിഷയത്തിൽ തന്നെയാണ്. കേരളത്തിലും അതെ, 2 ഊഴമായി പുറത്തിരിക്കുകയാണ്, പടിക്ക് പുറത്ത് വെച്ചിരിക്കുന്നു. രാജ്യത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളിൽ ഇപ്പോഴുണ്ട്? ഡൽഹിയിൽ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? രാജ്യ തലസ്ഥാനത്ത് പോലും ഇല്ലാതെ ഇങ്ങനെ ശൂന്യഹ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് വേണ്ടിയാണ് വാദിക്കുന്നത്. പറഞ്ഞാൽ ഉടൻ പറയട്ടെ, രാജ്യം സൈനിക രംഗത്ത് കൈവരിച്ച പുരോഗതി എന്താണ് എന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം കണ്ടതാണ്. ഭീകരാക്രമണത്തിന്റെ ബുദ്ധികേന്ദ്രങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്നുള്ള ആ ബോധ്യവും ഇപ്പോൾ തകർന്നിട്ടുണ്ട്. പാകിസ്ഥാന് വേണ്ടി വാദിക്കുന്നവർ ആ വാദം ഉറക്കെ പറയാൻ മടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചവിടെ പോയി അടിക്കും. അത് ഉറപ്പാക്കിയ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ കൊടുത്തത് എന്നുള്ളതും നരേന്ദ്രമോദി ഇന്ന് കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ അനുകൂലമായി പ്രസ്താവന നടത്തിയത് 3 രാജ്യങ്ങളാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 194 രാജ്യങ്ങളുണ്ടല്ലോ ഇവിടെ. അതിൽ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലേക്കും പോയ ഇന്ത്യൻ ഡെലിഗേഷന് കിട്ടിയ വരവേൽപ്പ് എന്താണ് എന്നതും പ്രതിപക്ഷ പാർട്ടി നേതാക്കളടക്കം കണ്ടതാണ്. ഭീകരരെ അയക്കുന്ന കേന്ദ്രങ്ങൾ, അത് ലക്ഷ്യം വിട്ടുകൊണ്ടുള്ള ആക്രമണം, അതുപോലെ തന്നെ ഭീകരരുടെ ലോഞ്ചിങ് പാർട്സ് ആയിട്ടുള്ള കേന്ദ്രങ്ങൾ, അതടക്കം തകർത്തുകൊണ്ടുള്ള കൃത്യമായ മറുപടി ഓപ്പറേഷൻ സിന്ദൂർ കൊടുത്തിട്ടും അത് അവിടെ മാഞ്ഞ സിന്ദൂരത്തിനുള്ള മറുപടിയാണ് എന്നത് മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിന് ഇനിയും മനസ്സിലായിട്ടെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന മറുപടി ഇന്ന് പാർലമെന്റിലും കൊടുത്തിട്ടുണ്ട്. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരം വെളുക്കാനേ പോകുന്നില്ല. ശരി, ആയിക്കോട്ടെ. ഇന്ത്യ അനുകൂലിച്ച രാജ്യങ്ങൾ, അതാണ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവി വൈറ്റ് ഹൗസിൽ വിളിച്ച് ചുവന്ന പരവതാനി വിളിച്ച് എന്റെ ചോദ്യം, ഇന്ത്യയെ അനുകൂലിച്ച് പ്രസ്താവന നടത്തിയ രാജ്യങ്ങൾ പറയാമോ? അല്ല, അസീം മുനീർ ഫാൻസിൽപ്പെട്ടതാണ് ഡൊണാൾഡ് ട്രംപ്. അതെ. Meet the editors.